തിരുവനന്തപുരം പാലോട് ഭർതൃഗൃഹത്തിൽ നവവധു തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ സുഹൃത്തും കസ്റ്റഡിയിൽ. അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ദുജയെ അജാസാണ് മർദ്ദിച്ചതെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പാലോട് യുവതി ആത്മഹത്യാ നിലയിൽ കണ്ടെത്തിയത്. അതായത് വീട്ടിനുള്ളിൽ മുകളിലത്തെ നിലയിൽ മുറിക്കുള്ളിൽ ജനാലയിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ ഇത് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളിൽ തന്നെ പ്രാഥമിക വിവരം ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ്. എന്നാൽ അതിന് അപ്പുറത്തേക്ക് ഇത് ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നതിന് മുമ്പ്, അതായത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഭിജിത്തും സുഹൃത്ത് അജാസും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യാനാണ് എന്ന് പോലീസ് വിളിച്ചു വരുത്തിയെങ്കിലും അതിനുശേഷം കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഇരുവരും കസ്റ്റഡിയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇരുവരുമായി ബന്ധപ്പെട്ട പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിൽ നിന്നും ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ അജാസിനൊരു പങ്കുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതായത് അജാസ് ഈ ഇന്ദുജയെ മർദ്ദിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് ഈ ഇന്ദുജയുടെ മുഖത്ത് പാടുകളുണ്ട്. 2 ദിവസം മുമ്പ് മർദ്ദനമേറ്റതായാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ വീട്ടിലുള്ള, അതായത് ഈ അഭിജിത്തിന്റെ അമ്മ പറയുന്നത് ഇത് ഒരു ബസ്സിനുള്ളിൽ വെച്ച് തല തട്ടിയതിനെ തുടർന്നുണ്ടായ പരിക്കാണ്, അല്ലാതെ ഇവിടെ ആരും ആക്രമിച്ചിട്ടില്ല, വളരെ ഇഷ്ടത്തോടെയാണ് ഈ വിവാഹം നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുള്ളത് വീട്ടുകാരുടെ കൂടി പരാതിയുണ്ട്. അതായത് ഇന്ദുജയെ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാർക്ക്, അതായത് ഇന്ദുജയുടെ പിതാവിനും സഹോദരനും ഇക്കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ദുജ ആത്മഹത്യ ചെയ്യുന്ന ഒരാളല്ല, കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നടക്കമുള്ള ആരോപണങ്ങളെല്ലാം ഉയർത്തി വരികയാണ്. ഈ ഘട്ടത്തിലാണ് അജാസിനെ കൂടി ചോദ്യം ചെയ്തു വരുന്നത്. അജാസിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ, ചോദ്യം ചെയ്യലിനായി എത്തിക്കുമ്പോൾ ഫോൺ ഫോർമാറ്റ് ചെയ്തതിനു ശേഷമാണ് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ അഭിജിത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ വാട്സ്ആപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു. ഇരുവരും എന്തോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഏതായാലും നിലവിൽ കസ്റ്റഡി മാത്രമാണുള്ളത്. ഔദ്യോഗികമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ഗൌരവത്തോടെ തന്നെ ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അജാസ് മർദ്ദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അഭിജിത്തിന് ഏതെങ്കിലും തരത്തിൽ അഭിജിത്ത് ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. വീട്ടുകാരുടെ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 4 മാസത്തിനടുത്ത് മാത്രമാണ് സമയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൌരവത്തോടെ തന്നെ കേസായി എടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. ബാക്കി നടപടികൾ മുന്നോട്ടുണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആതിര. വിഷ്ണു, ഈ അജാസിനെ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണത്തിൽ കുടുംബത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിനെ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുടുംബം ഇതൊരു കൊലപാതകം എന്നുള്ള ഒരു ആരോപണം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം കുടുംബം അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോലീസിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ഇതിൽ അഭിജിത്തിനോ അല്ലെങ്കിൽ അഭിജിത്തിന്റെ വീട്ടുകാർക്കോ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടലുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കടുത്ത രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടോ, ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് ഇനി കണ്ടെത്താൻ സാധിക്കുക. ഏതായാലും മുഖത്ത് ചെറിയ മുറിവിന്റെ പാടുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടിയിൽ ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ്. പോലീസ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിര. ശരി വിഷ്ണു, തിരുവനന്തപുരം പാലോട് ഭർതൃഗൃഹത്തിൽ നവവധു തൂങ്ങി മരിച്ച സംഭവത്തിലാണ് ഭർത്താവിന്റെ സുഹൃത്തും കസ്റ്റഡിയിലായിരിക്കുന്നത്. അഭിജിത്തിന്റെ സുഹൃത്ത് അജാസിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.